നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു തുടങ്ങുമ്പോഴും നമുക്കിഷ്ടമുള്ള, നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മളെ ഒരുപാട് ആഗ്രഹിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് തുടങ്ങണം. ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രചോദിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന ഒരു പ്രഭാഷകനിൽ നിന്ന്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്നെ ഏറ്റവും കൂടുതൽ മോഹിപ്പിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്ന, എന്നെ നല്ല മലയാളികളെ മുഴുവൻ സന്തോഷിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്ന ഒരു മുഖവുമാണ്, ശബ്ദമാണ് ശ്രീ സുകുമാർ അഴീക്കോടിൻ്റേത്. അഴീക്കോട് മാഷിൻ്റെ സാഗരഗർജനം പോലെയുള്ള പ്രസംഗങ്ങൾ ഇന്നും യൂട്യൂബിലൂടെ ഡൗൺലോഡ് ചെയ്തും അല്ലാതെയും കാണുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സാംസ്കാരിക നായകൻ എന്ന പദം അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഒക്കെ അഭിമാനത്തോടു കൂടിയാണ് മലയാളി എപ്പോഴും ഓർത്തിരുന്നത്. അഴീക്കോട് മാഷ് വളരെ വലിയൊരു സ്കോളറാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഒരു ബിരുദവും 2 ബിരുദാനന്തര ബിരുദങ്ങളും PhDയും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രൈമറി സ്കൂൾ മുതൽ സർവകലാശാല വരെ പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അസോസിയേറ്റ് വൈസ് ചാൻസലറും വൈസ് ചാൻസലറും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും തുടങ്ങി ഒട്ടനവധി അവാർഡുകൾ നേടിയെടുത്തിട്ടുള്ള എഴുത്തുകാരനും സാഹിത്യകാരനും കൂടിയാണ് ശ്രീ അഴീക്കോട് മാഷ്. അദ്ദേഹത്തിൻ്റെ തത്വമസി എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്ത്യയിലെ, ഭാരതത്തിലെ ഉപനിഷത്തുകളെയും വേദങ്ങളെയും നമ്മുടെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ തലനാരിഴ കീറി പരിശോധിച്ച് എഴുതിയിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ്. വളരെ വലിയൊരു റഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും ഇൻഫർമേഷൻസ് നിറച്ചു വെച്ചിരിക്കുന്ന പുസ്തകമാണ് തത്വമസി. അതിന് കേന്ദ്ര സർക്കാർ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുത്ത് അദ്ദേഹത്തെയും ആ പുസ്തകത്തെയും ആദരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ഉന്നതമായ പദവികൾ വഹിച്ചിരുന്ന ആളായിരുന്നു അഴീക്കോട് മാഷ്. അതോടൊപ്പം തന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടും അദ്ദേഹം ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമായിട്ട് 15,000-ലധികം സ്റ്റേജുകളിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1000-ലധികം ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 30-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വന്തം കഴിവുകൊണ്ട് ഒരുപാട് ആദരവുകൾ നേടിയെടുത്തിട്ടുള്ള മനുഷ്യനാണ് അഴീക്കോട് മാഷ്. എന്നാൽ നമ്മൾ മലയാളികൾക്ക് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൂടുവാൻ ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വിമർശനങ്ങളും തന്നെയാണ്. ഒരു തെറ്റ് ചെയ്യുന്നതാരായാലും, അതൊരു സിനിമാ താരമായാലും രാഷ്ട്രീയക്കാരനായാലും കച്ചവടക്കാരനായാലും, അഴീക്കോട് മാഷൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് തീർത്തും സാംസ്കാരികമായ, ജനകീയമായ, ജനപക്ഷമായ നിലപാടായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിമർശനം ഏറ്റുവാങ്ങിയാൽ അതിന് മറുപടി പറയാൻ, അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റ് തിരുത്തുവാൻ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളുമൊക്കെ പെടാപ്പാട് പെടുന്നത് പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ പൃഥ്വിരാജ് വരെ അഴീക്കോട് മാഷിൻ്റെ വിമർശനത്തിൻ്റെ ചൂട് അറിഞ്ഞിട്ടുള്ളവരാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ സാംസ്കാരിക നായകരായിട്ട് ഒരുപാട് പേർ ജീവിച്ചിരിപ്പുണ്ട്. അഴീക്കോട് മാഷിന് തുല്യനായ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അഴീക്കോട് മാഷിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, അദ്ദേഹം സ്വീകരിച്ചിരുന്ന ശൈലി, ഇതൊന്നും സ്വന്തമായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവാണ്, ആ അറിവിൽ മറ്റൊരാളില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സാംസ്കാരിക നായകന്മാർക്കൊന്നും ഒരു കുറവുമില്ല. പക്ഷേ അഴീക്കോട് മാഷിൻ്റെ കുറവ് ഇപ്പോഴുണ്ട്. അഴീക്കോട് മാഷിനെ പോലൊരാൾ ജീവിച്ചിരുന്ന നാടാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ മാത്രമേ കഴിയുള്ളൂ. അഴീക്കോട് മാഷിനൊരു തുടർച്ചയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പകുതിയെങ്കിലും എത്താൻ ശേഷിയുള്ള ഒരാൾ പോലും ഇല്ലല്ലോ എന്നുള്ള സങ്കടം ഒരുപാട് മലയാളികൾക്കുണ്ട്. ശരിക്കും പുനർജന്മം എന്നൊക്കെ പറയുന്നത് ഒരു സത്യമായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആലോചിച്ച് പോകുന്നത് അഴീക്കോട് മാഷിനെ കുറിച്ചൊക്കെ ഓർമ്മ വരുമ്പോഴാണ്. അദ്ദേഹത്തെ പോലൊരാൾ പുനർജനിച്ചു വന്നാലും മലയാളി 2 കൈ നീട്ടി സ്വീകരിക്കും. മലയാളിക്ക്, മലയാളത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, ഭാഷയ്ക്ക്, നമ്മുടെ രാഷ്ട്രീയത്തിന്, എല്ലാവർക്കും ഒരാളുടെ കുറവ് അല്ലെങ്കിൽ ഒരാളെ ആവശ്യമുണ്ട്. അത് സുകുമാർ അഴീക്കോടിനെയാണ്, അഴീക്കോട് മാഷിനെയാണ്. അഴീക്കോട് മാഷ് ഇനി ഇല്ല എന്നാണെങ്കിലും അഴീക്കോട് മാഷിൻ്റെ സ്മരണകളിൽ
അദ്ദേഹം നമുക്ക് തന്ന എഴുത്തുകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹത്തെ പുനർജനിച്ചതായി കണ്ട് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അഴീക്കോട് മാഷിനെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ചിലപ്പോൾ ഒരു അഴീക്കോട് മാഷ് ജനിച്ചാലോ.